സാന്ദ്രാനന്ദാവബോധാത്മകമരുമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേകന്ധഭാഗ്യഞ്ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിലെ രാമായണം നമ്മൾ 8 ശ്ലോകം പറഞ്ഞു വെച്ചു. ശൂർപ്പണഖയുടെ ആ വരവും തേന നിർലൂന നാസാം, നാസിക കർണങ്ങൾ ഛേദം ചെയ്ത് കരദൂഷണത്ത് ശിരസ്സുകളെ 14,000 രാക്ഷസന്മാരെയും വധിച്ചു. അതിനുശേഷം 9ാമത്തെ ശ്ലോകം സോദര്യ പ്രോക്ത വാർത്ത വിഭശദശമുഖാദിഷ്ടമാരീച മായാസാരംഗം സാരസാക്ഷ്യ പ്രഹിതമനുഗത പ്രാപതീർബാണഘാതം തന്മായാക്രാന്ത നിർയാപിത ഭവതനുജാം രാവണത്താമകാശീ തേനാർത്തോപിത്വമന്തഃ കിമഭിമുദമധാ തദ്ഭദോപായലാഭാത്. ശൂർപ്പണഖ രാവണൻ്റെ അടുത്ത് ചെന്ന് ഉണ്ടായ സംഗതികളൊക്കെ അറിയിക്കുന്നു. മൂഢനും പാനാസക്തനും സ്ത്രീ മദ്യമതിരാക്ഷിയായിട്ട് കഴിയുന്ന നിനക്ക് രാജാവാൻ തന്നെ അർഹതയില്ല, കഷ്ടൻ്റെ രാവണ എന്ന് പറഞ്ഞ് രാവണൻ്റെ ശ്രദ്ധ തിരിച്ചപ്പോഴാണ് വൈരൂപ്യം വരുത്തിയതായിട്ട് തൻ്റെ സഹോദരി വൈരൂപ്യം അനുഭവിക്കുന്നവളായി കണ്ടത്. എന്തിത് വത്സേ, ആരാണ് ഇപ്രകാരം ചെയ്തത്? രാവണ സഹോദരിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ രാവണന് അപമാനമാണ്. പറയൂ, ദേവനോ ഗന്ധർവനോ ആരാണ് മനുഷ്യനോ നിന്നെ ഉപദ്രവിച്ചത്? മനുഷ്യനെ ഉപദ്രവിക്കാൻ വഴിയില്ല. അപ്പം പറഞ്ഞു, മനുഷ്യനെ തന്നെയാണ് ഉപദ്രവിച്ചത്, ഇന്നാളാണ് രാമൻ. കരദൂഷണത്തിശസ്തുക്കളെല്ലാം വധിക്കപ്പെട്ടു. 14,000 രാക്ഷസന്മാരും വധിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ആ രാമനോട് പ്രതികാരം? ഇതിനെന്തായാലും ചെയ്യണം. എന്തിനു വേണ്ടിയാണ് ആ രാമൻ ഇത് ചെയ്തത്? ഞാൻ സീതയെ നിനക്ക് വേണ്ടി കൊണ്ടുവരാൻ പരിശ്രമിച്ചു. ഈ ലോകത്തിൽ എവിടെ ഇതേപോലെ സൗന്ദര്യമുള്ള ഒരു സ്ത്രീ ഇല്ല. അത്രയും സുന്ദരിയാണ് സീത. ആ രാമപത്നിയായിരിക്കുന്ന സീതയെ നിനക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴാണ് ലക്ഷ്മണൻ, അവൻ്റെ അനിയൻ, രാമനൊരു അനിയനുണ്ട് ലക്ഷ്മണൻ, ആ ലക്ഷ്മണനാണ് ഈ കൃത്യം എന്നോട് ചെയ്തത്. ഈ ലോകത്തിൽ എവിടെയും ഇത്തരം സുന്ദരിയായിട്ടൊരു സ്ത്രീ ഇല്ല. താപസവേഷം ധരിച്ചിട്ടാണ് ഇവർ കാട്ടിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ എന്താണോ ഏതാണോ എന്നൊക്കെ അറിയാൻ ശ്രമിച്ചു. ആ സമയത്ത് സീതയെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ലക്ഷ്മണൻ ഈ വിധം എന്നെ ചെയ്തു. തീർച്ചയായിട്ടും ഇതിന് നീ പ്രതികാരം ചെയ്യണം. രാമനെയും ലക്ഷ്മണനെയും വധിക്കണം. അതിനെന്താണ് മാർഗം? ശത്രുത ഉണ്ടാക്കുക. ആദ്യം ശത്രുത ഉണ്ടാക്കണമല്ലോ. അതിനൊരു കാര്യമുണ്ട്. ആ സീതയെ പോയിട്ട് ഇങ്ങോട്ട് അപഹരിച്ച് കൊണ്ടുവരിക. എല്ലാം കൊണ്ടും രാവണ നിനക്ക് ചേർന്ന പത്നിയായിരിക്കും ആ സീത. ഈ സീതയെക്കുറിച്ചുള്ള വിവരണം കേട്ടപ്പോൾ തന്നെ രാവണൻ്റെ മനസ്സിളകി. സോദര്യ പ്രോക്ത വാർത്ത വിവശദശമുഖാദിഷ്ട, ആ അനുജത്തി ശൂർപ്പണഖ പറഞ്ഞ വൃത്താന്തം കേട്ട് കാമപരവശനായിരിക്കുന്ന രാവണൻ ഈ ബ്രഹ്മചര്യം പലതരത്തിലും ലംഘിക്കപ്പെടും എന്നാണ്. മനസ്സിളക ചുരുക്കം. ആ മനസ്സ് എങ്ങനെ ഇളകാം? കാഴ്ച കൊണ്ടാവാം. സ്ത്രീയെ കാണുമ്പോൾ കേട്ടിട്ടാവാം, അങ്ങനെയാവാം എന്നാണ്. കാണുക, കേൾക്കുക, സ്പർശിക്കുക, അടുത്ത് വരിക, സാമീപ്യം, ഇതുകൊണ്ടും ഒരാളിൽ താല്പര്യം ജനിക്കാം. ഇവിടെ ഇപ്പം കേട്ടിട്ടാണ് എന്നാണ്. ഇതാണ് അഷ്ടാംഗ ബ്രഹ്മചര്യം എന്ന് പറയുക. 8 രീതിയിൽ മനസ്സിനെ ഒതുക്കി നിർത്തണം. കേട്ടാലും ഇളകരുത്, കണ്ടാലും ഇളകരുത്. എളുപ്പമൊന്നുമല്ല, സാധാരണക്കാരെ സംബന്ധിച്ച് എളുപ്പമൊന്നുമല്ല. അപ്പം ഇവിടെ ആ കേട്ടിട്ട് വിവശ ദശമുഖ, രാവണൻ വിവശനായി. എന്നിട്ടോ സീതയെ കൊണ്ടുവന്നേ പറ്റൂ, ഉറപ്പിച്ചു. വേഗം മാരീജൻ്റെ അടുത്തേക്ക് പോയി. മാരീജൻ മീതെ കേട്ടോ രാവണൻ്റെ ഒരു ഉപകാരം എനിക്ക് ചെയ്യണം. ഒരു മാനായിട്ട് രാമാശ്രമത്തിലേക്ക് പോവുക, അത്രേ വേണ്ടൂ, ബാക്കിയൊക്കെ ഞാനായിക്കോളാം. രാമലക്ഷ്മണന്മാരെ അവിടുന്ന് ഒന്ന് അകറ്റണം.
നീ നിൻ്റെ തന്ത്രങ്ങൾ പ്രയോഗിച്ച് രാമലക്ഷ്മണന്മാരെ സീതയിൽ നിന്ന് അകറ്റി ആ സമയത്ത് സീതയെ ഞാൻ കൊണ്ടുവരാൻ പോവുകയാണ്. നീ കാര്യം പറഞ്ഞില്ല എന്ന് വേണ്ട. അപ്പം അതിന് വേണ്ടിയിട്ട് നീ എന്നെ ഒന്ന് സഹായിക്കണം. മാനുവേഷം കെട്ടി പോകാൻ നിനക്ക് അത്രയേ റോളുള്ളൂ. വിവശദശമുഖാദിഷ്ടമാരീചമായാസാരംഗം. സാരംഗം മാന്, മായാസാരംഗം മായ കൊണ്ടെടുക്കപ്പെട്ട മാന്, ശരിക്കുള്ള മാനല്ല. കാരണം മായാസാരംഗം, ആ വാക്കുകളൊക്കെ പട്ടേരിപ്പാടിൻ്റെ ഒരു ഭംഗി പ്രത്യേകം തന്നെയാണ്. ചുരുക്കി ഇങ്ങോട്ട് പറയണേ. രാവണൻ ചെന്ന് പറഞ്ഞതും മാരീചൻ അതിനെ നിഷേധിക്കണമൊക്കെ ഉണ്ട്. ആരുപദേശിച്ചത് മൂലനാശകമായ ഇത്തരം കാര്യം? അവൻ നിൻ്റെ ശത്രുവല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വർണ്ണിക്കണം. ഇതാ കൂടുതൽ ഉപദേശം എനിക്ക് വേണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. എൻ്റെ ചന്ദ്രഹാസം ഞാൻ പ്രയോഗിക്കാത്തത് അങ്ങയുടെ പ്രായം നോക്കിയിട്ട് മുമ്പ് എനിക്ക് ചെയ്ത ഉപകാരം നോക്കിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ വാൾക്ക് ഊണായിട്ട് നീ മാറുന്നതാണ്. ഇതൊക്കെ ഇവിടെ ചിരിക്കുക, ഒന്നും പറഞ്ഞിട്ടില്ല. ദശമുഖാദിഷ്ടമാരീചമായാസാരംഗം. ഹൗ തറ ചുരുക്കിയറിയോ? ദശമുഖനാൽ പറയപ്പെട്ടതിനെ തുടർന്ന് മായാമാൻ്റെ വേഷം കെട്ടി സാരസാക്ഷ്യാർപ്രഹിതമനുഗത. സാരസാക്ഷി സീത, മനോഹരമായിട്ടുള്ള കണ്ണുള്ള സാരസം, താമരയുടെ കണ്ണുള്ള സീത, മനോഹരമായിട്ടുള്ള കണ്ണുള്ള മാനിനെ കണ്ട് വളരെയേറെ അതിലാകൃഷ്ടയായി. സാരംഗം, മായാസാരംഗം സാരസാക്ഷിയ. സാര കണ്ടിട്ട് രാമാശ്രമ സമീപത്ത് സഞ്ചരിച്ചത് കണ്ട് സീത മാന് ചാടിയിട്ടും തുള്ളിയിട്ടും ഇല്ലേ, ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം എന്നൊക്കെ കേമായിട്ട് രാമായണത്തിൽ വർണ്ണിക്കേണ്ടത് അതിനെ കണ്ടു. സാരംഗം സാരസാക്ഷ്യ പ്രഹിതമനുഗത പ്രാവതീർബാണഘാതം. രാമൻ ഒരു പ്രാകൃതനെ പോലെ അനുഗത, അതിനെ പിന്നാലെ പിടിക്കാൻ വേണ്ടിയിട്ട് പോയി. പ്രഹിതമനുഗത, ആഗ്രഹിച്ചുകൊണ്ട്. അനുഗത, പിന്നാലെ പോയി. ഒടുവിലോ പിടിക്കാൻ കിട്ടാണ്ടായപ്പോൾ പ്രാവതീർബാണഘാതം, ഒരു ബാണമയച്ച് മാരീചനെ വധിച്ചു. മാരീചൻ ഇപ്പോഴാണ് കൊല്ലപ്പെടുന്നത്. അന്ന് യജ്ഞം മുടക്കാൻ വേണ്ടി സുബാഹുവിൻ്റെ ഒപ്പം പോയപ്പോൾ ഒരസ്ത്രം കൊണ്ട് രാമൻ സമുദ്രത്തിലേക്ക് ഫുട്ബോൾ തട്ടണ പോലെ തട്ടിയ കാര്യമൊക്കെ ഇവിടെ മാരീചൻ ഓർക്കുന്നുണ്ട്. രാവണ നിനക്ക് പറഞ്ഞാൽ മതി. രാമബാണം ഏറ്റ ആ സമുദ്രത്തിലേക്ക് എത്രയോ ദൂരം യോജന വന്ന് വീണത് എനിക്കല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് ഇത് നീ വേണ്ടാന്ന് വയ്ക്കുന്നതാണ് നല്ലത്. നിർബന്ധിച്ചപ്പോൾ നിവൃത്തിയില്ല. സാരസാക്ഷിയായിട്ടുള്ള സീതയാൽ പറഞ്ഞതിനെ തുടർന്ന് അതിനെ പിന്തുടർന്ന് പോയി. പ്രാവതീർബാണഘാതം, ഒടുവിലൊരൊറ്റ ശരം വലിച്ചു വിട്ടു. അതോടുകൂടി രാമബാണാണ്, നിവൃത്തിയുണ്ടോ? മാരീചൻ്റെ പ്രാണനും പോയി. തന്മായ ആക്രാന്ത നിര്യാപിതഭവതനുജാൻ രാവണസ്താമകാഷീൻ തേനാർത്തോബി. ലക്ഷ്മണാസീതേ എന്ന് വിളിച്ച് കരഞ്ഞു. രാമൻ മരിച്ചു എന്ന് സീത വിചാരിക്കണം. അതിനുവേണ്ടി കള്ളത്തരത്തിൽ കരഞ്ഞു മാരീചൻ. ആ മരിക്കുമ്പോൾ പോലും കള്ളത്തരാ. നോക്കൂ, രാമാന്നല്ല വിളിച്ചത്. വിളിച്ചത് സീതയെ ലക്ഷ്മണ എന്നാണ്. ഇതാ എനിക്ക് അബദ്ധം പറ്റി എന്ന് വരുത്താൻ വേണ്ടിയിട്ട്. തൻ മായ ആക്രാന്തം, മായ കൊണ്ട് പറഞ്ഞ കരച്ചിൽ, മായാക്രാന്ത നിര്യാപിത, കള്ളക്കരച്ചിൽ കേട്ട് ലക്ഷ്മണനെ സീത അയക്കുകയാണ്. ലക്ഷ്മണ, അതാ ജ്യേഷ്ഠൻ്റെ കരച്ചിൽ കേൾക്കണു, നീ വേഗം പോകണം. ആർത്തനാദവും മമ, ജ്യേഷ്ഠനുണ്ടാകയില്ല. എന്താണ് എഴുത്തിയമ്മ ഈ പറയണത്? എൻ്റെ സീതയുടെ ഭർത്താവ്, ആ ഭർത്താവിനെ സീതയ്ക്ക് എഴുത്തിയമ്മയ്ക്ക് അറിയില്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠനെ എനിക്കറിയാം. ആരാണ് രാമൻ? ത്രിഭുവനത്തിൽ ഒരാൾക്ക് രാമനെ തോൽപ്പിക്കാൻ പറ്റുമോ? അങ്ങനത്തെ രാമൻ്റെ വായിൽ നിന്ന് എങ്ങനെയാണ് ദേവി ആർത്തനാദം ഉണ്ടാവുക? അപ്പം രാമൻ മരിച്ചിട്ട് എന്നെ സ്വന്തമാക്കലാണ് നിൻ്റെ ഉദ്ദേശം. രാവണസ്താമകാഷീൻ, ഇത് ഞാൻ ജീവനുള്ള എൻ്റെ ശരീരത്തിൽ ലക്ഷ്മണ നിനക്ക് സാധ്യമല്ല. ഈത്തുങ്ങട് കേട്ടു ചെവി പൊട്ടി ലക്ഷ്മണൻ. വനദേവതമാരെ പരിപാലിച്ചുകൊള്ളുവിൻ, മനുവംശാധീശ്വരിയ വഴി പോലെ നിനക്കു നാശമടുത്തിരിക്കുന്നു തടുത്തുകൂടാ.
ചില സമയത്തൊക്കെ നാശം ആർക്കും തടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ സമയം ഇതാ വന്നിരിക്കുന്നു, ഇനി ഞാൻ ഇവിടെ നിൽക്കണില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ അവിടുന്നാട് പോയി. അതുതന്നെയാണ് രാവണൻ്റെ ഉദ്ദേശവും. തന്മായ ആക്രന്ത നിർയാപിത ഭവധനുജാം. ഭവധനുജാം ഭഗവാന്റെ അനുജൻ, ഗുരുവായൂരപ്പൻ്റെ അനുജൻ ലക്ഷ്മണൻ, രാമൻ്റെ അനുജൻ ലക്ഷ്മണൻ. ഭവധനുജാം അല്ലയോ ഭഗവാനെ, അങ്ങയുടെ അനുജനെ അവിടെ നിന്ന് അകറ്റി. അത് തന്നെയാണ് രാവണ ഉദ്ദേശം. രാവണസ്താമഹാശീറ്റ്. ആ സമയത്ത് രാവണൻ വന്നു കുശലങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ ആരാണ് നീയൊക്കെ ചോദിച്ചതോട് സീതയുടെ വൃത്താന്തം പറഞ്ഞു. ഒടുവിൽ രാവണൻ്റെ വൃത്താന്തം പറഞ്ഞു. സ്വരൂപം കാണിച്ചു കൊടുത്തു. 20 കൈകളും 10 തലകളും കറുത്ത അഞ്ജനശൈലം പോലെ. ത്രൈലോക്യത്തിൽ എന്നെ അറിയാത്തതാരുള്ളൂ, നീ എൻ്റെ കൂടെ പോരാ. ഈ താപസനായിട്ടുള്ള രാമനെ കൊണ്ട് നിനക്ക് എന്താണ് കാര്യം? കേട്ടില്ല, രാമബാണം മാറിൽ തറച്ച് മരിക്കാനുള്ള സമയം രാവണ നിനക്കായിരിക്കുന്നു. ഇനി അതിനധികം സമയമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിന്? ഹരിപത്നിയെ ശ്വാവിന് തൊടാൻ പറ്റുമോ? കഷ്ടം രാവണ, ഇങ്ങനെ നിനക്ക് തോന്നിയല്ലോ. രാവണസ്താമകാശി പിന്നെ കാത്തു നിന്നില്ല. രാമലക്ഷ്മണന്മാർ വരുന്നതിന് മുമ്പായി 20 കൈകളാണല്ലോ പീഡിച്ച് തേരിൽ ആകാശത്ത് കൂടെ സഞ്ചരിക്കുന്ന തേരാണ്, വിമാനം എന്നും പറയാം അതിന്. എന്തായാലും അതിൽ കയറ്റി കൊണ്ടുപോയി. തിരിച്ചു വന്നു, സീതയെ കണ്ടില്ല. തേനാർത്തോപിത്വമെന്ത. തൽക്കാലം ദുഃഖം രാമനുണ്ടായി, എങ്കിലും ഉള്ളിൽ സന്തോഷം അത്ര ഉണ്ടായത്. ആർത്തോപി ദുഃഖിച്ചുവെങ്കിലും അന്ത കിമഭി മുദമദാത്, ഉള്ളിൽ സന്തോഷിച്ചു. അതെന്താ കാരണം? തദ്വധോപായലാഭാത്, രാവണനെ കൊല്ലാനുള്ള സമയം ആയല്ലോ. അവിടേക്ക് എത്തണം. അപ്പോൾ അവിടെ രാവണവധം വേണമല്ലോ, അല്ലാണ്ട് ഈ അവതാരം കൊണ്ട് എന്താ ഉദ്ദേശം? രാവണവധമാണ്. അതിനുള്ള കാരണം സുപ്രധാനമായിട്ടുള്ള ഒരു നാഴികക്കല്ല് ഇതാ സംഭവിച്ചിരിക്കുന്നു. സീതയെ കൊണ്ടുപോയില്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ട് ആക്രമിക്കുക? ആക്രമിക്കാണ്ട് എങ്ങനെ കൊല്ലും? ഒരു കാരണം കൂടാണ്ട് ഒരു രാജ്യത്തെ ആക്രമിക്കാൻ പാടില്ല. നല്ല രാജാക്കന്മാരത് ചെയ്യില്ല. രാമൻ ധർമ്മിഷ്ഠനായതുകൊണ്ട് കാരണം കിട്ടി. ഇനി ധൈര്യമായിട്ട് ആക്രമിക്കാം. സ്വപത്നിയെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ആരും കുറ്റം പറയില്ല. അതിലും വലിയൊരു കാരണം ഇനി വേറെ കിട്ടാനില്ലല്ലോ. അതാണ് അവിടെ എന്തുകൊണ്ടത്? തേനാർത്തോപി, ആ സീതാഹരണത്താൽ ദുഃഖിതനെങ്കിലും ഉള്ളിൽ സന്തോഷിച്ചു എന്നാണ്. ത്വമന്തക്കിമഭി മുദം, അതാ മുദം സന്തോഷം. ഉള്ളിലൊരു ആനന്ദവും സന്തോഷവും സമാധാനവും ഒക്കെ അത്രേ ഈ സീത അപഹരിക്കപ്പെട്ടപ്പോൾ രാമന് ഉണ്ടായത്. എന്താ കാരണം? വധോപായലാഭാ, ദുഷ്ടരാവണനെ വധിക്കാൻ തക്കതായ കാരണം കിട്ടിയല്ലോ. അലാഭാ, അതുകൊണ്ട് സന്തോഷിക്കുകയാണ് ചെയ്തത്. സോദര്യാ പ്രോക്ത വാർത്ത വിവശ ദശമുഖാദിഷ്ടമാരീശമായ സാരംഗം സാരസാക്ഷ്യാ സ്പൃഹതി മനുഗത പ്രാവതീർബാണഘാതം തന്മായാക്രാന്ത നിർയാപിതഭവതനുജാം രാവണസ്താമഹാശി തേനാർത്തോഭിത്വമന്ത കിമഭി മുദമദാൻ തദ്വധോപായലാഭാത്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.